ഹായ്, ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരികയാണ്. ഇന്ന് അവധിയാണ്. കുറേ ദിവസമായിട്ട് ഡ്യൂട്ടിയായിരുന്നു. അപ്പം കഴിഞ്ഞ ഞായറാഴ്ച ഡ്യൂട്ടി ഉണ്ടായിരുന്നു, കഴിഞ്ഞ ഞായറാഴ്ച ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് ഡ്യൂട്ടി ഇല്ല ഓൾറെഡി. അപ്പം ഞാനിന്ന് ചെറിയ അവിയലും സാമ്പാറും ഒക്കെ ഒന്ന് വെക്കാമെന്നുള്ള ഇതിലാണ്. വെക്കാമെന്നല്ല, എല്ലാം അതിൻ്റെ ഉള്ള പരിപാടിയിലാണ്. അപ്പോൾ എല്ലാം ഒന്ന് അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചേക്കുവാണ്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അവിയലിനുള്ള റെഡിയായി, എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സാമ്പാറിനുള്ളത് ഞാൻ കുക്കറിൽ ഇട്ടിട്ട് അതും വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേറെ ആൾ കുക്ക് ചെയ്യാൻ വരും. അതിന് മുമ്പ് നമ്മുടെ ഈ കുക്കിംഗ് ലീവും തീർത്ത് വെക്കാൻ വേണ്ടി ഉള്ള ഒരിതാണ്. ഞാൻ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാർ ഓൾറെഡി അടുപ്പിൽ വെച്ചു. ഞാനിതൊക്കെ നേരത്തെ ചെയ്യാമെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ക്രിക്കറ്റ് കളിയുണ്ട്, ഇന്ത്യയും പാകിസ്ഥാനോട്. ഇപ്പോൾ പോയി കാണാനുള്ള ഇതില്ല. അപ്പോൾ നമ്മൾ ടി വിയിൽ കാണാനാണ്. നമുക്ക് ടി വി ഇല്ല, നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലുണ്ട്, അവിടെ പോയി ഇരുന്ന് കാണാനുള്ള പരിപാടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നേരത്തെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചത്. നേരത്തെ അല്ല, വെക്കുന്ന സമയത്ത് അങ്ങ് വെച്ചു. ഉച്ച കഴിഞ്ഞ് സമയം കിട്ടത്തില്ല, കളി കാണാനായിട്ട് പോകും. അത് ചിലപ്പോൾ ഇന്ത്യ ജയിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യ ജയിക്കുമോ എന്ന്. ചിലപ്പം പാകിസ്ഥാൻ ജയിക്കാം. ഇത് രണ്ടിൽ എന്തുവേലും ഉണ്ടെങ്കിൽ ഇന്ത്യ ജയിക്കാനും സാധ്യതയുണ്ട്. ഇപ്പം നമ്മളെന്തായാലും നമ്മൾ ഇന്ത്യക്കാരോടെല്ലാം നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ത്യ ജയിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ആ രീതി കണ്ടിട്ട് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യ ജയിക്കുമോ എന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നാലും ജയിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ജയിക്കണം. അങ്ങനെ അവിയൽ വെന്ത് ഞാനത് എടുത്ത് വെളി വെച്ചിരിക്കുന്നു. സാമ്പാറും റെഡിയായി, അതും എടുത്ത് വെളി വെച്ചേക്കുവാണ്. ഇനി അത് ഈ പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കണം. പാത്രത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ചോറ് കുക്കറിലോട്ട് ഇട്ടിട്ടുമുണ്ട്. അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് റെഡിയായി. ഇന്നത്തെ സ്പെഷ്യൽ അവിയൽ, സാമ്പാർ, ചിക്കൻ ഫ്രൈ ചെയ്തതും. ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റങ്ങൾ. കൂട്ടിൽ മിന്നുമ പൊന്മുട്ട കാകന്റെ എന്നു ചൊല്ലി, നിന്നെ പോലെ കാറ്റുമതേറ്റു ചൊല്ലി. അങ്ങനെ ഞാൻ ചോറും ഊറ്റി വെച്ചു. ഇനി ഒരു 12-1 മണിയാകുമ്പോഴത്തേക്കിന് കഴിക്കണം. ബാക്കി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു പണിയും കൂടെ ഉണ്ട്. 2 ചിക്കൻ്റെ ഇത് മേടിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ 2 ആഴ്ചയല്ലേ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് 2 ചിക്കൻ്റെ ഇതും കൂടെ ഒന്ന് വറക്കണം. അതിനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യത്തുള്ളൂ. വേസ്റ്റ് എല്ലാം തന്നെ ഇങ്ങനെ വെച്ച് മാറ്റി ഇനി അതും ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് കൊണ്ട് കളയണം.